അവന്റെ അവളുടെയും വായടപ്പിക്കണം. ഇതിന് മേഡത്തിനെ കൊണ്ട് ഹണിമൂണിന്റെ കാര്യം എങ്ങനെയും സമ്മതിപ്പിക്കണം. മേഡം, ഒരു പ്രധാനപ്പെട്ട അപേക്ഷ സമർപ്പിക്കാനുണ്ടായിരുന്നു. എന്തപേക്ഷ? നമ്മളെക്കാൾ ഒരുപാട് മുമ്പ് കല്യാണം കഴിഞ്ഞ ഇവിടുത്തെ ആകാശചാരു ദമ്പതികൾ പറയുന്നത് എന്താണെന്ന് അറിയാവോ? എന്തു പറഞ്ഞു? അല്ല, അവര് വീണ്ടും ഹണിമൂണിന് പോവാന്ന്. അവരങ്ങനെയാണെങ്കിൽ നമ്മള് ന്യൂ കപ്പിൾസ് അല്ലേ, ഇവിടെ അടച്ചുപൂട്ടിയിരിക്കണോ? അവര് കളിയാക്കിക്കൊണ്ടിരിക്കുക. അത് നിർത്തിക്കണം. അതിനെനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഈ ചൂടിന്ന് നമുക്കൊരു രക്ഷ വേണ്ടേ? വല്ല ഫിൻലാൻഡോ സ്വിറ്റ്സർലാൻഡോ, അല്ല അതും അല്ലെങ്കിൽ കുളു മണാലി കാശ്മീർ, അങ്ങനെ എവിടെങ്കിലും പോയിക്കൂടെ? അത്രയും ദൂരം പോവാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. തൊട്ടടുത്തുള്ള മൂന്നാറോ ഗവിയോ കുമിളിയോ പോയാലോ? നമ്മൾ ഹണിമൂണിന് പോയി വന്നാലുണ്ടല്ലോ, അവനും അവളും പിന്നെ വാ തുറക്കില്ല. നമ്മുടെ മുഖത്തോലും നോക്കാൻ പറ്റില്ല. അല്ല, മേഡത്തിന്റെ അഭിപ്രായം എന്താ? അരവിന്ദന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യണോ? ഓരോ സമയത്ത് ഓരോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്തിനാ? അതല്ല മേഡം. പുറത്തു പോ. ദേഷ്യപ്പെടല്ലേ മേഡം. അവരെ തോൽപ്പിക്കാനെങ്കിലും. ഒന്നും മിണ്ടാതെ പോകാമോ? മേഡം, ഞാൻ അമ്മേ. എന്താടാ? നിന്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കായിരുന്നു ഞാൻ. എന്റെ എന്ത് കാര്യം ആലോചിച്ചെന്ന് എനിക്ക് ഇപ്പൊ രണ്ടിലൊന്നും അറിയണം. എന്താ നിനക്ക് അറിയേണ്ടത്? പറ. എനിക്കിപ്പോ ഒരു തീരുമാനം അറിഞ്ഞേ പറ്റൂ. നീ കാര്യം പറയാതെ അറിഞ്ഞേ പറ്റൂന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നാ ഞാനിപ്പോ എന്ത് പറയാനാ? ആദ്യം നീ കാര്യം പറ. അവനും ആ ചാരും കൂടെ ചേർന്നെ ആക്കിക്കൊണ്ടിരിക്കുക. അത് അവർക്ക് നിന്നോടുള്ള അസൂയും കുശുമ്പും കൊണ്ടാ. നീ അതൊന്നും കാര്യമാക്കണ്ട. അവരുടെ കാര്യം വിടാൻ പറ്റില്ല. അവനും അവളും പറയുന്നത് ഉള്ളത് തന്നെയാ. ആദ്യം നേരെയാക്കേണ്ടതേ മേഡം പൊന്നിന്റെ സ്വഭാവോ. അതിനിപ്പോ എന്തുണ്ടായിന്നാ? അമ്മേ, ഒന്നും അറിയാത്ത പോലെ പറയല്ലേ. എന്നോട് എന്തെങ്കിലും ബഹുമാനം കാണിക്കുന്നുണ്ടോ അമ്മയുടെ മരുമകള്? കല്യാണം കഴിഞ്ഞ് വന്നപ്പത്തൊട്ട് തുടങ്ങിയതാ. ഹണിമൂണിന് പോകുന്നില്ലെന്ന് ചോദിച്ച് തൊലിയിരിക്കുക ആകാശം തുണികച്ചക്കാരി. ഞാനത് പറയാനായിട്ട് മേഡത്തിന് മുമ്പിൽ ചെന്ന് അപേക്ഷിച്ചു. തെരുവ് നായയുടെ വില പോലും എനിക്ക് തന്നില്ല. പുറത്തു പോവാൻ മുഖത്ത് നോക്കി പറഞ്ഞു. അമ്മേ, എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. എടാ, നീ ഒന്ന് സമാധാനിക്ക്. സ്വന്തം ഭാര്യയോട് വഴക്കുണ്ടാക്കാൻ പാടില്ല. ഭാര്യയോ? അത് അമ്മയുടെ വാക്കിലല്ലേ. മേഡം എന്നെ കാണുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യണം. മരുമകളുടെ അടുത്ത് ചെന്ന് ഹണിമൂണിന് പോകണമെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക്. എടാ മോനെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ മേഡത്തിന്റെ കൂടെ എനിക്ക് ഹണിമൂണിന് പോകണമെന്ന്. അത്രേ ഉള്ളൂ. അമ്മ എന്താ ഈ ആലോചിക്കുന്നേ? നീ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? ശ്രേയോട് ഇക്കാര്യം ഞാൻ എങ്ങനെ പറയും? പറയണം, പറഞ്ഞേ പറ്റൂ. അമ്മയുടെ തീരുമാനമായിരുന്നല്ലോ മേഡം എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വരണമെന്നുള്ളത്. ആ തീരുമാനം എടുത്ത അമ്മ തന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരണം.
ഈ ഹേമ എന്നാത്തിന് ഇപ്പൊ വിളിക്കുന്നത്? ആ ഹേമേ. ആ രാജി വീട്ടിലാണോ? അതെ, വീട്ടില. പറഞ്ഞോ ഹേമേ. വേറൊന്നുമല്ല, ശ്രേയമോളുടെ കാര്യ. അവളെ ഒന്ന് പറഞ്ഞു തിരുത്തണം. ചില വാശികളൊക്കെ ഒന്ന് കുറയ്ക്കാൻ. ഞാനത് വിളിച്ചു പറഞ്ഞിരുന്നതല്ലേ? ഞാനതപ്പോ തന്നെ മോളെ പറഞ്ഞ് മനസ്സിലാക്കിയതാണല്ലോ ഹേമേ. എന്നാ ശ്രേയക്കതൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ഒരു മാറ്റവും. കല്യാണം കഴിഞ്ഞപ്പോ മുതലുള്ള അനുസരണക്കേടാ. ഞാൻ ഈ പറയുന്നത് രാജിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് ഹേമേ. അരവിന്ദും ശ്രേയമോളും ഇതുവരെ അടുത്തിട്ടില്ല. അത് കണ്ട് തുണിക്കച്ചവടക്കാരിയും കൂടെയുള്ള ശകുനിയൊക്കെ എന്റെ മോനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ശ്രേയയുടെ കരുതലും സ്നേഹമൊക്കെ കിട്ടാത്തതിന്റെ വിഷമത്തിലാ എന്റെ മോൻ. ശ്രേയോട് ഞാനും പറഞ്ഞു നോക്കിയതാ. പക്ഷെ പിടിവാശി മാറ്റാൻ അവള് തയ്യാറാവുന്നില്ല രാജി. പ്രതികാരവും പകയൊക്കെ ചെയ്തോട്ടെ, പക്ഷേ ഭർത്താവിന് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കണ്ടേ? അവർക്കൊരു ജീവിതം ഉള്ളതല്ലേ? എനിക്ക് മനസ്സിലായി ഹേമേ. ഞാൻ മോളോട് സംസാരിക്കാം. രാജി, പെട്ടെന്ന് വേണം. അരവിന്ദ് വല്ലാത്ത ദേഷ്യത്തിലാ. എന്നെ ചോദ്യം ചെയ്ത് തോണ്ടിക്കൊണ്ടിരിക്കുക. തെറ്റെന്റെ മോളുടെ ഭാഗത്താ. ഞാനത് പറഞ്ഞു തിരുത്തിക്കൊള്ളാം. ശരി രാജി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി. എന്താ മമ്മി? നിന്റെ അമ്മായിമ്മ ഇപ്പൊ വിളിച്ചിരുന്നു. എന്തിന്? വീണ്ടും കുറ്റങ്ങളാണോ? അതെ, അത് തന്നെ. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് സീരിയസാ. അതെന്താ മമ്മി? ഹേമയ്ക്ക് കുറച്ച് ദേഷ്യം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ തള്ളയ്ക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചതാ. മമ്മി ഫോൺ വെച്ചേ, ഞാൻ നോക്കിക്കോളാം. ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ കാര്യമറിയാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നെ. എന്ത്? നീ നിന്റെ ഭർത്താവിനെ അമ്മായിമ്മയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വേറെന്ത് ചെയ്യാനാ? രണ്ടെണ്ണത്തിനെ മടി കിടത്തി താരാട്ട് പാടണോ? മോളെ, ദേഷ്യം മാറ്റിവെച്ച് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്.